ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റാൻലി പാർക്കിലാണ്. സ്റ്റാൻലി പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയ ആണിത്. അപ്പോൾ ഇതുവഴി പോയപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരുപാട് ടെൻ്റ് അടിച്ച് എന്തൊക്കെയോ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, അകത്തേക്ക് പോയി നോക്കാം. ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്നൊന്ന് നോക്കാം. കയറി വരുമ്പോൾ ഉള്ള ആദ്യത്തെ കടയാണിത്. കുറച്ച് പേര് അതിൻ്റെ മുമ്പിൽ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഇറച്ചിക്കടയാണ്. നമ്മളൊന്നും വാങ്ങിച്ചില്ല, കാര്യം നമുക്ക് വേണ്ടുന്നൊന്നും അവിടെ ഇല്ലായിരുന്നു. ഇവിടെ കുറച്ച് സോക്സിൻ്റെ കളക്ഷനായിരുന്നു. അടുത്ത സ്റ്റോള് ഫ്രഷ്ലി ഹാർവസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരുന്നു. സ്ട്രോബെറീസ്, പൊട്ടാറ്റോ, അതുപോലെ തന്നെ നല്ല ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ആയിരുന്നു. ഒന്നും നമ്മൾ വാങ്ങിയില്ല, എല്ലാം കണ്ടുപോയി. അടുത്ത സ്റ്റോളാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ഒരുപാട് ഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. കുറ്റം പറയരുതല്ലോ, ഒന്നും കൊള്ളത്തില്ലായിരുന്നു. അടുത്ത സ്റ്റോളിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു മദാമ തെരഞ്ഞു പിടിച്ച് സാധനം എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രസ്സുകൾ നല്ലതുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ജാക്കറ്റ് ഇടാതെ ഇറങ്ങി ഓടിയതാണെന്ന് തോന്നുന്നു. അതുപോലെ വെപ്രാളത്തിലാണ് അവർ തെരഞ്ഞു ഇറക്കി എടുക്കുന്നത്. ഇവരെന്താണ് ഈ കിടന്ന് തിരയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം നല്ലൊരു സെലക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഗ്രീറ്റിംഗ് കാർഡ്സിൻ്റെ ഒരു സെക്ഷനായിരുന്നു ഇത്. ചെറിയ കാർഡ്, വലിയ കാർഡ്, പല സൈസിൽ പല വിലയിലുള്ള കാർഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിലെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പൊരിപ്പിൻ്റെ കൂട്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഫിഷ് ആൻഡ് ചിപ്സ്. അടുത്തത് ഒരു ദയനീയമായിട്ടുള്ള ചെരുപ്പ് കടയായിരുന്നു. അവിടെ ഇവിടെയും കുറച്ച് ഷൂവും സ്ലിപ്പേഴ്സും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ചെരുപ്പ് കട. പക്ഷേ എന്നാലും അവിടുന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് 3-4 പേര് നിൽപ്പുണ്ട്. ഈ സ്റ്റോളിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണക്കി സൂക്ഷിക്കുന്ന സാധനങ്ങളാണ് മല്ലി, മുളക്, മഞ്ഞൾ എന്നിവ. ഇവിടെ ഈ ഉണക്കി വെച്ചിരിക്കുന്ന സാധനമാണ് പന്നിയുടെ ചെവി. ഇത് പെറ്റ് ഫുഡായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതൊരു പെറ്റ് ഫുഡ് സ്റ്റോളാണ്. അപ്പോൾ ഈ പന്നിയുടെ ചെവി മാത്രമല്ല, പാവപ്പെട്ട മുയലിനെ പോലെ അവർ വെറുതെ ഇട്ടിട്ടില്ല. മുയലിൻ്റെ ചെവി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഉണക്കി ഭദ്രമാക്കി വെച്ചേക്കാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് മേടിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. കലാശക്കൊട്ടെന്ന രീതിയിൽ കാശിക്കൊരു കാർട്ടൂൺ പിക്ചറും വാങ്ങി ഞങ്ങൾ പടിയിറങ്ങുന്നു. പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയായിരുന്നു. എല്ലാ കടകളും റിപ്പീറ്റായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.